ഇന്നിതാ ആമസോണിൽ നിന്ന് ഒരു ഗിഫ്റ്റ് സിദ്ധാർത്ഥിന് വേണ്ടിയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ബർത്ത്ഡേക്ക് സിദ്ധാർത്ഥിൻ്റെ അച്ചാച്ചനും അമ്മമ്മയും കൂടി വാങ്ങിച്ചു കൊടുത്ത ഒരു ട്രൈസൈക്കിൾ ഇന്ന് നമുക്കിവിടെ ഡെലിവറി കിട്ടിയിട്ടുണ്ട്. R4rabbitൻ്റെ ടൈനി ടോ സ്പോർട്സ് പ്ലസ് എന്ന ഒരു ട്രൈസൈക്കിളാണ് ഇന്നത്തെ അൺബോക്സിങ് വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. നല്ല വലിയൊരു ബോക്സിലാണ് ഐറ്റം വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സൈക്കിളിന് ആവശ്യമായിട്ടുള്ള എല്ലാ പാർട്സും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇത് എങ്ങനെ അസംബിൾ ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ ഈ ബോർഡിൽ കാണുന്ന ഈ ഒരു പിക്ചറിലാണ് ട്രൈസൈക്കിൾ ഉണ്ടാവുക. ഇത് 1.5 വയസ്സ് മുതൽ 5 വയസ്സ് വരെ യൂസ് ചെയ്യാമെന്നാണ് ഈ ഇതിൽ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിൽ MRP കാണിക്കുന്നത് 10,500 റുപ്പീസാണ് ഇതിൻ്റെ MRP. പക്ഷേ ഇത് ഓൺലൈനിൽ ആമസോണിൽ ബുക്ക് ചെയ്തപ്പോൾ ഏകദേശം 6,900 സംതിങ്ങിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. ആൻസ് വേൾഡിൻ്റെ പുതിയൊരു അൺബോക്സിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഒരു സൈക്കിളിൻ്റെ മുകളിലൊരു ഹുഡാണ്. ഇത് UV പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ഒരു ഹുഡാണെന്നാണ് ഇതിൽ മാനുവലിൽ പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു നെറ്റ്, നല്ല ക്ലോത്തിൻ്റെ ഒരു ഹുഡ്. അടുത്തതായിട്ട് റിയർ വീലാണ്. ഇത് നല്ല അടിപൊളി വെയിറ്റുള്ള റബ്ബറിൻ്റെ ടയറാണ്. അപ്പോൾ അങ്ങനെ ഇതിൽ കാറ്റ് നിറയ്ക്കേണ്ട കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ജസ്റ്റ് പുഷ് ഫിറ്റ് ടയറാണ്. നമുക്കിതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് എല്ലാ സാധനങ്ങളും പുറത്തെടുത്തതിന് ശേഷം നോക്കാം. അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ സീറ്റിന് സൈഡിലുള്ള ഒരു പ്രൊട്ടക്ടർ ടൈപ്പ് ഒരു ഹാൻഡിൽ മാതിരി ഒരു സാധനമാണ്. അപ്പം ഇതും നമുക്ക് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ലാസ്റ്റിൽ നോക്കാം. ഇതാണ് സീറ്റ്. നല്ല ഹെവി ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സീറ്റാണ്. ഇത് 2 ട്രേ ആണ്. സൈക്കിളിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയൊരു ട്രേ. നല്ല പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണെല്ലാം. ഇത് സീറ്റിൻ്റെ ബാക്കിൽ ഹെഡ് റെസ്റ്റ്. പിന്നെ ഉള്ളത് ഇത് ഫ്രണ്ട് വീലാണ്. ഇതും നല്ല വെയിറ്റ് ഉണ്ട്. ആ ഒരു ക്വാളിറ്റി ഇതിൻ്റെ വെയിറ്റിൽ മനസ്സിലാവുന്നുണ്ട് ശരിക്കും. ഇത് പാരൻ്റൽ കൺട്രോൾ സ്റ്റിക്കാണ്. നമുക്ക് ബാക്കിൽ നിന്ന് പാരൻസിന് പിടിച്ചിട്ട് സൈക്കിളിനെ കൺട്രോൾ ചെയ്യാം, മൂവ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മാത്രം ഉറപ്പുള്ള നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലിൻ്റെ ഒരു ഹാൻഡിലാണിത്. ഇത് ബാക്കി റിയർ ടയർ ഒന്നുകൂടി ഉണ്ട്. ടോട്ടൽ 3 ടയർ നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട്. ട്രൈസൈക്കിളാകുമ്പോൾ 3 ടയർ വേണമല്ലോ. അപ്പോൾ ഇതാണ് സൈക്കിളിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട്. സെൻറ്റർ സെക്ഷനാണിത്. നല്ല ഹെവി മെറ്റൽ പാർട്ടാണ്. ഒന്നും കേടാവോ ഒടിയോ പൊട്ടോ ഒന്നും ചെയ്യില്ല. ഏകദേശം ഈ ഒരു സൈക്കിൾ 25 കിലോ വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. ബാക്കി ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കവറും ഇതിൻ്റെ കൂടെ ഉണ്ട്. ലാസ്റ്റ്ലി ഇങ്ങനെ ചെറിയ കുറച്ച് പാർട്സുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ എവിടെ എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നമുക്ക് ലാസ്റ്റ് മാനുവൽ നോക്കിയിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ നോക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഇതാ ഫ്രണ്ട് ഹാൻഡിൽ കൂടി കാണുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഫ്രണ്ട് ഹാൻഡിലാണ്. അങ്ങനെ ഇത്രയും സാധനങ്ങൾ ആ ഒരു ബോക്സിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇനി ഈ സാധനങ്ങളൊക്കെ ചേർത്ത് വേണം നമുക്ക് ഈ സൈക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സൈക്കിൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഇവർ തന്നിരിക്കുന്ന ടൂള് ഈ ഒരു കാണുന്ന ചെറിയൊരു ടൂള് മാത്രമാണ്. അത് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു മാനുവൽ കിട്ടിയിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ അസംബിൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫ്രണ്ട് വീലിൽ നിന്ന് തന്നെ ഫിറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ടൂള് ഇതിൻ്റെ കൂടെ ഫിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കിട്ടിയതാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് വീല് റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഇതിൻ്റെ മഡ് ഗാർഡ് ഫിറ്റ് ചെയ്യാം. ഇതാണ് ഈ സൈക്കിളിൻ്റെ മെയിൻ ആയിട്ടുള്ള ബോഡി പാർട്ട് എന്ന് പറയുന്നത്. സെൻട്രൽ ബോഡി പാർട്ട് ഇതാണ്. നല്ല അടിപൊളി മെറ്റലിൻ്റെ ഒരു പാർട്ട്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് റിയർ ടയർ ഫിറ്റ് ചെയ്യാം. ഇത് നല്ല വെയിറ്റുള്ള നല്ല ഹാർഡായിട്ടുള്ള ടയറാണ്. ഇത് ജസ്റ്റ് പുഷ് ഫിറ്റ് ആണ്. നമുക്കിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ ക്ലിക്ക് സൗണ്ടോടുകൂടി അവിടെ ഫിറ്റ് ആവും. അങ്ങനെ 2 റിയർ ടയറും ഫിറ്റ് ചെയ്തു. ഇതിൻ്റെ ഇവിടെ ബാക്ക് ടയറിൻ്റെ ബ്രേക്കാണിത്. നമുക്കത് ബ്രേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. ഇനി നമുക്ക് ഫ്രണ്ട് വീല് ഇതിൽ ഫിറ്റ് ചെയ്യാം. ഈ ഒരു ചെറിയ ട്രേ നമുക്ക് ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യേണ്ടതാണ്. അത് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഹാൻഡിൽ ഫിറ്റ് ചെയ്യാം. അങ്ങനെ സൈക്കിളിൻ്റെ ഫ്രണ്ട് പോർഷൻ റെഡി ആയിരിക്കുകയാണ്. ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ ലെഗ് സപ്പോർട്ടാണ്. അത് ഫോൾഡ് ചെയ്തിട്ടായിരുന്നുള്ളത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് താഴേക്കാക്കിയിട്ട് ഫിറ്റ് ചെയ്യണം. എന്നാലേ നമുക്കിനി ഇവിടെ മുകളിൽ സീറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റൂ.
ഇനി നമുക്ക് സീറ്റ് ഫിറ്റ് ചെയ്യാം. ഇത് സീറ്റിൻ്റെ അടിയിലുള്ള ഒരു സപ്പോർട്ടറാണ്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ സീറ്റ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. സീറ്റ് നല്ല ഹെവി പ്ലാസ്റ്റിക് ഐറ്റമാണ്, നല്ല ക്വാളിറ്റി സീറ്റ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് അടിയിൽ ഈ ഒരു നട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഫിറ്റായി. സീറ്റ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പാരൻ്റൽ കൺട്രോൾ സ്റ്റിക്കിൻ്റെ പണിയിലേക്ക് കടക്കാം. ഇത് പാരൻ്റൽ കൺട്രോൾ സ്റ്റിക്കിൻ്റെ ഒരു പോർഷനാണ്. ഇതിനിവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അത് ജസ്റ്റ് ഈ ബാക്കിലുള്ള ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഫിറ്റായി. ഈ ഒരു പോർഷന് മുകളിലായിട്ട് ഈ കാണുന്ന പോർഷൻ ഫിറ്റ് ചെയ്യണം. ഇതാണ് നമുക്ക് മുകളിൽ നിന്ന് പിടിക്കാൻ പറ്റുന്നത്. ഇതിന് 3 ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാരൻ്റിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് ഹെഡ് റെസ്റ്റ് ആണ്. അതും ജസ്റ്റ് പുഷ് ഫിറ്റ് ആണ്. ഇവിടെ ഒരു ഹോളിൽ ജസ്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഫിറ്റായി. നേരത്തെ ലാസ്റ്റ് കിട്ടിയ കുറച്ച് ഐറ്റംസിൻ്റെ അകത്ത് ഒരു ലെങ്തി ആയിട്ടുള്ളൊരു റോഡ് ഉണ്ടായിരുന്നു. അത് ശരിക്കും പാരൻ്റൽ കൺട്രോൾ സ്റ്റിക്കിൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾ ഫ്രണ്ട് വീലും പാരൻ്റൽ കൺട്രോൾ സ്റ്റിക്കുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു ലിങ്ക് റോഡാണിത്. അപ്പോൾ അത് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാരൻ്റൽ കൺട്രോൾ സ്റ്റിക്ക് തിരിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് വീല് മൂവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുട്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഇനി നമുക്ക് സീറ്റിന് കവർ ഇടാം. ഇതിൻ്റെ അകത്ത് നല്ലൊരു ക്ലോത്തി കുഷ്യൻഡ് ആയിട്ടുള്ള കവർ ഉണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ സൈഡിൽ ലോക്ക് ചെയ്ത് വെക്കുന്ന ടൈപ്പ് കവറാണ്. ഇനി ഈ സീറ്റിന് ചുറ്റിലുമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതായത് കുട്ടി സീറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടുകയോ വീഴുകയോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ടറാണിത്. ഇത് ജസ്റ്റ് 2 സൈഡിലും നമ്മുടെ ഹെഡ് റെസ്റ്റിൻ്റെ 2 സൈഡിലായിട്ട് പുഷ് ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ സെൻറ്ററിൽ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ രണ്ടാമത്തെ കുറച്ച് വലുപ്പമുള്ള ട്രേ നമുക്ക് ബാക്കിൽ ഫിറ്റ് ചെയ്യാം. ഇതും ബാക്കിലത്തെ ആ ഒരു റോഡിൽ ജസ്റ്റ് പുഷ് ഫിറ്റ് ആണ്. അവസാനമായിട്ടുള്ളൊരു മെയിൻ പാർട്ടാണ് നമ്മുടെ ഹുഡ്. ഇത് നമുക്ക് കുട്ടി വെയിലത്തൊക്കെ സൈക്കിൾ ഓടിക്കുമ്പോൾ അത് വെയിൽ തട്ടാതിരിക്കാനൊക്കെ യൂസ് ചെയ്യാം. ഇത് ഇവിടെ ജസ്റ്റ് പാരലൽ കൺട്രോളിന് സൈഡിലായിട്ട് പുഷ് ഫിറ്റ് ടൈപ്പാണ്. ഇത് വേണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ബെല്ലില്ലെങ്കിൽ സൈക്കിൾ ഒരിക്കലും പൂർത്തിയാവുന്നില്ല. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ചെറിയ ബെല്ല് ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഫ്രണ്ട് ഹാൻഡിൽ ഫിറ്റ് ചെയ്യാം. അങ്ങനെ സിദ്ധാർത്ഥിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായ ട്രൈസൈക്കിൾ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള അടിപൊളി R4rabbitൻ്റെ ട്രൈസൈക്കിളാണ്. സിദ്ധാർത്ഥ് സൈക്കിൾ ഇഷ്ടമായോ? ഹായ്, നല്ല അടിപൊളി സൂപ്പർ സൈക്കിൾ അല്ലേ? ഇതാ നമുക്ക് ഈ സൈക്കിളിൽ കുട്ടി പുറത്തേക്ക് വീഴാതിരിക്കുക ഇവിടെയുള്ള ഈ ഹാൻഡിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ ഒരു സപ്പോർട്ടിംഗ് ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് വീലിൽ അതിന് ലോക്ക് ചെയ്യാനുള്ളൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് വീൽസിലും ഈ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മൾ കുട്ടിയെ ഇരുത്തി ഇതിൽ ഓടിച്ച് പോകുമ്പോൾ വണ്ടി എവിടെയെങ്കിലും നിർത്തണം എന്നുണ്ടെങ്കിൽ നിർത്തിയതിന് ശേഷം നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ തനിയെ ഇത് മൂവ് ചെയ്യില്ല. അപ്പോൾ 2 സൈഡിലും ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ബാക്ക് വീലും ഫ്രണ്ട് വീലും നമുക്ക് ലോക്ക് ചെയ്യാം. അത് ജസ്റ്റ് കാർ കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യുകയും ലോക്ക് ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പാരൻ്റൽ കൺട്രോൾ സ്റ്റിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്മൂത്ത് കൺട്രോളാണ്. നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് ഒരു ഹാൻഡ് കൊണ്ട് തന്നെ കുട്ടി ഇരുത്തിക്കൊണ്ട് നമ്മൾ സൈക്കിൾ കൺട്രോൾ ചെയ്തിട്ട് എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും.